School, Muwachipura. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also. MVP പദ്ധതിയുടെ കീഴിലുള്ള കനാലുകളിൽ അടിയന്തരമായി വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് മാർച്ചും ധർണയും നടത്തി കേരള കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി. കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിയുടെ കീഴിലുള്ള കനാലുകളിൽ അടിയന്തരമായി വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MVP സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. വേനൽ കടുത്തിട്ടും ജലസേചനത്തിനാവശ്യമായ വെള്ളം കിട്ടാത്തതിനാൽ കനാലിനെ മാത്രം ആശ്രയിച്ച് കൃഷിയിറക്കുന്ന കല്ലോട്കാട്, ആയവന, മഞ്ഞളൂർ, ആരക്കുഴ, മാറാടി പഞ്ചായത്തുകളിലെയും മൂവാറ്റുപുഴ നഗരസഭയുടെ പ്രദേശങ്ങളിലെയും കർഷകരുടെ നൂറുകണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങളാണ് കരിഞ്ഞുണങ്ങി കിടക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് കച്ചേരിത്താഴത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് MVP കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ MVP ഓഫീസിന് മുന്നിൽ എത്തിച്ചേരുകയും അവിടെ നടക്കുന്ന ധർണാ സമരത്തിൽ CPIM-ന്റെ കേരള MVP ഓഫീസിന് മുന്നിൽ നടത്തുന്ന ധർണയിൽ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളെയും ക്ഷണിച്ചുകൊള്ളുകയാണ്. തുടർന്ന് നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താ, MLA ഒരു കോൺഗ്രസ് നേതാവായതുകൊണ്ട് ഈ സമരത്തിന്റെ കേന്ദ്ര മുദ്രാവാക്യം അങ്ങേരുടെ പെടലിക്ക് ഇരിക്കട്ടെ എന്ന് കരുതി പറയല്ല. അത് പറയല്ല, അതിന് പ്രൊഫഷൻ ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയട്ടെ. കാശിന് എന്തെങ്കിലും അത്യാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് വല്ല റബ്ബർ ഷീറ്റോ നാളികേരമൊക്കെ വിട്ട കാശ് രാവിലെ ഇറങ്ങുമ്പോൾ പാക്കറ്റിലെടുത്തിട്ടാണെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ടാവും. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ പണമാണ്. ഈ 140 MLA-മാർക്കും അലോക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിലൊരു അംശം നീക്കി വെക്കാനോ ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകാരോ ഏതൊരു അടിയന്തര സാഹചര്യത്തിലും അവർക്ക് ചെയ്യാം. ഒരുപക്ഷെ അവർക്കിത് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും എൻ്റെ ചിന്ത. അല്ലെങ്കിൽ ഇവിടെ വന്ന് സമരം ചെയ്യേണ്ട കാര്യമുണ്ട്. ഇവിടെ വന്ന് ഒച്ചപ്പാടില്ലാത്ത നേരമുണ്ട്. അവിടെ ഒരു അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി കൂടാലോ. അവർ വന്ന് സമരം ചെയ്ത് പ്രശ്നമായിരുന്നല്ല നല്ല കാര്യം. പക്ഷേ ഇങ്ങനൊരു വകുപ്പ് അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അധികാരം അവർക്ക് ജനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ആ കൊടുത്ത ജനങ്ങൾ മഹാഭൂരിപക്ഷം ഈ നാട്ടിലെ കൃഷിക്കാരാണ്. അപ്പോൾ അവരിനൊരു ജീവൽ പ്രശ്നം വന്നപ്പോൾ എന്ത് ചെയ്യാം, ഒരു മാതൃകയായി പഞ്ചായത്ത് അവരുടെ അധീനതയിൽ വരുന്ന അത്തരം പ്രദേശത്തെ മെയിൻ്റനൻസ് നടത്തി പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന കനാൽ അറ്റകുറ്റപ്പണികളും കനാലുകളിലെ കാട് വെട്ടിത്തെളിച്ച് ജലമൊഴുക്ക് സുഗമമാക്കുന്ന പ്രവൃത്തിയും സമയബന്ധിതമായി ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ MLA-യും UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതികളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തിയിരുന്നില്ലെന്നും അതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നും UDF ജനപ്രതിനിധികളുടെ അതീവ ഗുരുതരമായ വീഴ്ച മറച്ചുവയ്ക്കുന്നതിനും കർഷകരുടെ കണ്ണിൽ പൊടിയിടുന്നതിനും വേണ്ടി MLA-യുടെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും കർഷക സംഘം ആരോപിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KN ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, കർഷക സംഘം ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ, ഏരിയ എക്സിക്യൂട്ടീവ് അംഗം KY മനോജ്, ഉഷ ശശിധരൻ, MK മധു, PB അജിത് കുമാർ, PN സോമൻ, NG ലാലു, KV സുനിൽ, സണ്ണി പൈലി, OA അൻവർ, CH നാസർ, PY മൈദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഗോപി കോട്ടമുറിക്കലിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ MVP സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുമായി സംസാരിക്കുകയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായി ഫോണിൽ ബന്ധപ്പെട്ട് എത്രയും വേഗം പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.